ഞാൻ പുറത്തിറങ്ങുമ്പോൾ കുറേ ഒന്നോ രണ്ടോ അല്ല കുറേ ആൾക്കാർ അതങ്ങനെ ഉണ്ടായിട്ടാണ് വാസ്തവം, അതാണ് സത്യം, അതായിരിക്കാം, ബോറുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ മുഖത്ത് നോക്കി വന്ന് പറയുമ്പോൾ എനിക്കതങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. ഞാനിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പം എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ്, അതേ കുട്ടിക്കും കൂടെ എന്തെങ്കിലും കൊടുക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൾ ഓൾറെഡി കഴിച്ചു പറഞ്ഞു. അപ്പം ചിരിച്ചോണ്ട് തന്നെ ഞാനും പറഞ്ഞത്. അപ്പൊ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഒന്ന് തോന്നരുത് കേട്ടോ, വീഡിയോയിൽ കാണുന്ന കണക്കല്ല, നല്ല തടി വെച്ചിട്ടുണ്ട് സേറ എന്ന് പറഞ്ഞു. അവര് സ്നേഹത്തോടെയാ പറഞ്ഞത്. പക്ഷെ കുട്ടി മെലിഞ്ഞിട്ടാണല്ലോ. വാങ്ങിയാലും തീരാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? രണ്ടുപേരുടെയും എഴുതണോ? ശരിക്കും എന്നെ അറിയില്ല സംസാരിക്കാക്ക്. അല്ല, ബാഗാണ് കേട്ടോ. എനിക്ക് ക്രേസ് ആണ്, വേറെ ഒന്നുമല്ല. ചോറ് തന്നില്ലേലും വേണ്ടിയില്ല, ബാഗ് തന്നാ മതി. ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് തരുന്നുണ്ടെങ്കിൽ 2 ബാഗ് തന്നാൽ മതി. ഞാൻ ജീവിതകാലം മുഴുവൻ നന്ദിയുള്ളതായിരിക്കും. കോമൺ ആയിട്ട് ഈ സ്ഥലത്ത് ഉണ്ടാക്കി തരുന്നതിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഞാൻ പറയട്ടെ? ഉണ്ടാക്കി തരുന്നല്ലോ, അതെന്താ സാധനം? മാഗി. ഞാൻ ഓർത്തിരിക്കുന്ന വളരെ കണക്റ്റഡ് ആയിട്ടും എനിക്ക് ഭയങ്കരമായിട്ടും തോന്നിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഞാൻ പാടുന്നൊരു ഫോട്ടോ എനിക്ക് വരച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സംസാരിക്കാൻ്റെ ഒരു ഫോട്ടോ വരച്ചു കൊടുത്തിരുന്നു. അതായിരുന്നു എന്റെ ഫസ്റ്റ് ഗിഫ്റ്റ്. എനിക്ക് കിട്ടുന്നത് എന്നെ വീഴ്ത്താൻ വേണ്ടിട്ട് എന്നെ പാട്ട് പാടി വീഴ്ത്തിച്ചു, ഞാൻ വരച്ചു വീഴ്ത്തിച്ചു. ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുവരെ ഉണ്ടായിരുന്ന നമ്മളുടെ പ്രയോറിറ്റീസും അതുപോലെ തന്നെ നമ്മളുടെ ഇതൊന്നല്ല മോള് വന്നതിന് ശേഷമുള്ള അത് വേൾഡ് തന്നെ കംപ്ലീറ്റ്ലി മാറുന്നൊരു രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം അത്രത്തോളം അത് മാറ്റും ആ ഒരു പിന്നെ അവരുടെ ഒരു പ്രസൻസ്. ഓണസ്റ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെൽഫ്ലെസ് പേഴ്സൺ ആയിട്ട് മാറും എന്നുള്ളതാണ്. He's mine. My husband, ഐഷു. നമുക്ക് പറയാനും കൂടിയുള്ള ഒരു അങ്ങനെ മൈനാക്കണ്ട. ഹിജാബ് സ്റ്റൈലിങ്ങിന് ഒത്തിരി ഫാൻസ് ഉണ്ട്. ഏകദേശം എത്ര സ്റ്റൈലും ഹിജാബ് സ്റ്റൈലിംഗ് അറിയാം? കൗണ്ട് ചെയ്യാം? അയ്യോ, അങ്ങനെ എനിക്ക് അറിയാം, അങ്ങനെ പറയാൻ അറിയില്ല. ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടല്ല ചെയ്യാ. ക്യാമറ ഓൺ ആക്കുമ്പോൾ അപ്പൊ എനിക്ക് എന്താണോ തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ എത്ര സ്റ്റൈൽ അറിയാം അല്ലെങ്കിൽ എത്ര എണ്ണം പഠിച്ചിട്ടുണ്ട് അങ്ങനൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങ് ചെയ്യുകയാണ്, അത്രയേ ഉള്ളൂ. അത് കുറെ പേര് ഫോളോ ചെയ്യുന്നുണ്ട്, കുറെ പേർക്ക് അത് യൂസ് ആവുന്നുണ്ട്. ഇപ്പൊ സ്റ്റക്ക് ആയിട്ടോ, അയ്യോ ഇതില്ലല്ലോ, ഈ സാധനം ഇല്ലല്ലോ, അതില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അവിടെ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഐഡിയ കൊടുത്തിട്ട് അവള് ഡീൽ ചെയ്യും. യെസ്. ഇപ്പൊ സോഷ്യൽ മീഡിയക്ക് 2 ഫേസസ് ഉള്ളത് പോലെ തന്നെ നെഗറ്റീവ്സ് എനിക്ക് തോന്നുന്നു വളരെ കുറവാണ് നിങ്ങൾക്ക് വരുന്നത്. എങ്കിലും ബോഡി ഷെയിം രീതിയിൽ പല കമന്റ്സും വരാറുണ്ട്. സോ അതിനെ എങ്ങനെ ശരിക്കും എടുക്കുക? കാരണം നമുക്കൊരു മോട്ടിവേഷൻ നമ്മൾ സ്വയം കൊടുക്കണം. കാരണം പെട്ടെന്ന് ഡൗൺ ആയപ്പോ ഒരു റീൽ ഞാൻ ഓൾറെഡി അത് പറയുന്നുണ്ട്, എനിക്ക് തീരെ മൂഡില്ല, ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാനത് മൂഡ് ഓൺ ആയിട്ടൊക്കെ വരുന്നത്. അതെങ്ങനെ എടുക്കുക? അതെന്താ വെച്ചാൽ ഞാനിപ്പോ റീസെന്റ് ഒരു 10 kg ഇപ്പൊ കൂടി. കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെങ്കിൽ 10 കിലോ ആണ് ഞാൻ കൂടിയത്. അപ്പൊ അത് വിസിബിളി നല്ലോണം ചേഞ്ചസ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പുറത്തിറങ്ങുമ്പം കുറേ ഒന്നോ രണ്ടോ അല്ല കുറേ ആൾക്കാർ അതങ്ങനെ ഉണ്ടായിട്ടാണ് വാസ്തവം, അതാണ് സത്യം, അതായിരിക്കാം, ബോറുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ മുഖത്ത് നോക്കി വന്ന് പറയുമ്പോൾ എനിക്കതങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. ലൈക്ക് എനിക്കത് ഭയങ്കര എന്താ പറയാ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഒരാളെടുത്ത് പോയിട്ട് അതും ഇന്നത്തെ കാലത്ത് ഈ ബോഡി ഷെയിം ചെയ്യാ നമ്മൾ ആളുകളുടെ നമ്മൾ ആരും പോയിട്ട് വേറെ ആളുടെ മുഖത്ത് നോക്കി ചിലപ്പോൾ അങ്ങനെ പറയില്ല. ഇത് എനിക്ക് പിന്നീട് മനസ്സിലായി. ഞാൻ ഒരുപാട് ആലോചിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, നമ്മളോട് അവരുടെ വീട്ടിലെ ആളെ പോലെ പെരുമാറാൻ തോന്നിയത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഇത് നമ്മുടെ കുട്ടിയല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു ആളല്ലേ, അംഗമല്ലേ എന്നൊരു ഫീൽ ഉള്ളതുകൊണ്ടായിരിക്കും നീ കുറച്ച് തടിച്ചിട്ടോ എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നത്. അത് എൻ്റെ പ്രശ്നമാണ്. ഞാനത് എടുത്തത് വേറൊരു രീതിയിലായിട്ടായിരിക്കാം. എനിക്കത് കൂളായിട്ട് എടുക്കാമായിരുന്നു. പക്ഷെ എന്നെ അന്നത്തെ ഒരു മെന്റൽ ഇതില് എന്നെ അത് അഫക്റ്റ് ചെയ്തു, വല്ലാണ്ട് അഫക്റ്റ് ചെയ്തു. എല്ലാവരും എല്ലാ സമയത്തും
ഭയങ്കര ഹാപ്പി ആയിട്ടും അങ്ങനെ എടുക്കാൻ കഴിയില്ലല്ലോ. നമ്മളുടെ വേറെ എന്തെങ്കിലും കാരണത്തിൽ നമ്മൾ ഡൗൺ ആയിരിക്കുകയാണെങ്കിൽ അതിന്റെ മേലെ കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നുണ്ടെങ്കിൽ എടുക്കൂല, സ്വാഭാവികമായിട്ടും അത് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യും. അത് വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഇനി അറിയുന്നവരും അറിയാത്തവരുമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ കുറച്ച് തടിയൊന്ന് കുറയ്ക്ക് കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് നല്ല കാര്യമാണ്, കാര്യം കുറച്ചാൽ എനിക്ക് തന്നെയാണ് നല്ലതെന്ന് എനിക്കറിയാം. പക്ഷേ അത് കമ്പയർ ചെയ്തു ഒരാൾ വന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പം എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് അതേ കുട്ടിക്കും കൂടെ എന്തെങ്കിലും കൊടുക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൾ ഓൾറെഡി കഴിച്ചു പറഞ്ഞു. അപ്പം ചിരിച്ചുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞത്. അപ്പം എൻ്റെ അടുത്ത് പറയുമ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ, വീഡിയോയിൽ കാണുന്ന കണക്കല്ല, നല്ല തടി വെച്ചിട്ടുണ്ട് സേറ എന്ന് പറഞ്ഞു. അവർ സ്നേഹത്തോടെയാണ് പറഞ്ഞത്. പക്ഷേ കുട്ടി മെലിഞ്ഞിട്ടാണല്ലോ. പിന്നെ അവർ പറഞ്ഞത് ഐഷുവിനെ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നും, നേരിട്ട് കാണുമ്പോൾ മെലിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു കമ്പാരിസൺ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വളരെ കൂളായിട്ട് നിന്നു, ചിരിച്ചു. വീട്ടിൽ വന്നതിന് ശേഷം എന്നെ ഡീപ്പ് ഡൗൺ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അതാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ച കാര്യം. ഒരാളെങ്കിൽ ഒരാൾ അത് മനസ്സിലാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതുവരെ ഇപ്പോൾ ഏകദേശം 8 വർഷമായി ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൻസ് ചെയ്യുന്നുണ്ട്. ഈ 8 വർഷവും ഞാൻ ഇതുവരെ നെഗറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നമുക്കറിയാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ച് ഒന്നും ഞാൻ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് നല്ലോണം ഡീപ്പ് ഡൗൺ എനിക്ക് ഹേർട്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ഇനി ഒരാൾ അങ്ങനെ ഈ വീഡിയോ കാണുന്ന ഒരാൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ ഹേർട്ട് ചെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതൊരു ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് പലപ്പോഴും പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആളുകളെ അത് കേൾക്കുകയും മാറ്റി ചിന്തിക്കുകയും ചെയ്യും. പക്ഷെ ഇതൊരു നല്ലൊരു പോയിന്റ് തന്നെയാണ്. ഇനി തമാശ രൂപേണയാണെങ്കിലും അത്തരം തമാശകൾ പറയാതിരിക്കുക. ആളുകൾ എങ്ങനെ എടുക്കും എന്നറിയില്ല. ആരോ വന്നിട്ട് എന്തോ പറഞ്ഞിട്ട് പോകുന്നു, അതിന്റെ മുകളിൽ നമ്മൾ ഡൗൺ ആയിട്ട് നമ്മളുടെ സമയവും നമ്മളുടെ എനർജിയും നമ്മളുടെ ഇത് മാത്രമാണല്ലോ പോകുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കാം. പക്ഷെ അത് ഈസി അല്ല, പറയുമ്പോ എങ്ങനെയാലും നമ്മൾ അഫക്ട് ചെയ്യും. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കാറ്. ഞാൻ ഒരാഴ്ച 2 ആഴ്ചയോളം ഭയങ്കര ഡൗൺ ആയിരുന്നു. അത് അവരത് പറഞ്ഞോണ്ടല്ല, എനിക്ക് എന്തോ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്കറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ അതിൽ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കാം, ചിലപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം, മെലിയാനോ അല്ലെങ്കിൽ തടി കുറയ്ക്കാനോ വെയിറ്റ് കുറയ്ക്കാനോ ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത് പറയുന്നവർക്ക് അറിയില്ലല്ലോ. നമ്മളുടെ ചിലപ്പം നമുക്ക് എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടായിരിക്കാം, ടാബ്ലറ്റ്സ് എടുക്കുന്നതുകൊണ്ടായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചേഞ്ചസ് വരാം, ഏജ് കൊണ്ടും ചേഞ്ച് വരാം. അപ്പം അത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അതിലാണ് എനിക്ക് ഡീപ്പ് ഡൗൺ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്, ഹാപ്പിയാണ്, എല്ലാം കൊണ്ടും ഹാപ്പി ആയിട്ട് പോകുന്നു. മോട്ടിവേഷൻ തരാൻ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് സപ്പോർട്ടായിട്ട്. അങ്ങനെ ഒരാൾ ലൈഫിൽ ഉണ്ടാവുമ്പോ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ വലിയ പാടാ എന്നെ കൊണ്ട്. ഞാൻ ഭയങ്കര സെൻസിറ്റീവാ, തൊട്ടാ കരയുന്ന ടീമാണ്. അത് സംസീറൊക്കെ ഉള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇങ്ങനെ ബാലൻസ് ആയിട്ട് പോകുന്നത്. എന്ത് ചെയ്യാ. ലൈഫ് സ്റ്റോറി കേട്ട സമയത്താണ് ഇപ്പൊ നമ്മൾ നേരിട്ട് അറിയാത്ത ഒരാള് കാണുമ്പോൾ സക്സസ് ആയിട്ട് നിൽക്കുന്ന 2 പേരാണ്. ചിലപ്പോൾ അതിന്റെ പുറകെ ഒരു വലിയ സ്ട്രഗിൾ ഉണ്ടാവും, ചിലപ്പോൾ ഇത് ആരും കാണില്ല. ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോഴാണ് ലൈഫിൽ ഇത്രയും സ്ട്രഗിൾ അനുഭവിച്ച് ഇന്ന് സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാവണേ. ചിലപ്പോൾ ആളുകൾക്ക് ഭയങ്കര ഈസി ഗോയിങ് ആണെന്ന് തോന്നും, പക്ഷെ അതിന്റെ പുറകെ വലിയൊരു ഹാർഡ് വർക്ക് തന്നെ ഉണ്ടായിരുന്നു. അല്ലേ, എനിക്ക് ലൈഫ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ ഫാദറിന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ വന്നത്. അദ്ദേഹം ഭയങ്കര വിൽ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തളരൂല, എന്ത് വന്നാലും അതിനെ നേരിടുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ കീമോതെറാപ്പി ചെയ്തിട്ട്, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് കീമോതെറാപ്പിയുടെ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നേരെ വന്ന ആ ഷോപ്പ് ഓപ്പൺ ചെയ്ത് അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു എൻ്റെ വാപ്പച്ചി. അത്രത്തോളം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ തളർന്നിട്ട് എനിക്ക് വയ്യ, ഞാൻ നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞാലും ബാക്ക് ഓൺ ട്രാക്ക് ഞാൻ വരാറുണ്ട്. അപ്പം ജീവിതം എന്നെ പഠിപ്പിച്ചൊരു കാര്യം അതാണ്, നമ്മൾ തളർന്നാലും തിരിച്ച് നമ്മളായിട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആരും ഒന്നും കൊണ്ടു തരില്ല. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യണം, അല്ലാതെ നമുക്ക് ഹാപ്പിനെസ്സും ആരും തരില്ല, പൈസ ആരും തരില്ല. ഓണസ്റ്റ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 പേരും വളരെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ലൈഫിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു എന്താ പറയാ പാരമ്പര്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ, ഇൻഹെറിറ്റഡ് ആയിട്ട് ഇത്ര ഉണ്ടെന്നോ അങ്ങനെ ഒന്നുമില്ലല്ലോ. നമ്മളെപ്പോ എത്ര വർക്ക് ചെയ്യുന്നോ അത്ര മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതാണ് അതിന്റെ സത്യം.
നമ്മൾ തന്നെ ഇറങ്ങി പണിയെടുക്കുക. ഇറങ്ങി പണിയെടുക്കാന്നുള്ള മാത്രമേ രാവും ഉള്ളൂ. പകലും പണിയെടുക്കുക, അത്ര തന്നെ, ആ ഒരു കാര്യം തന്നെ ഉള്ളൂ. പക്ഷെ ഈ കണ്ടന്റ് ക്രിയേഷന്റെ സൈഡിൽ നോക്കാന്നുണ്ടെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ഇപ്പൊ ഡൗൺ ആയാലും ഇതായാലും ഒരു കൈൻഡ് ഓഫ് തെറാപ്പി കൂടിയാണ് അവർക്ക്. അപ്പൊ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ചെയ്യുക എന്നുള്ളത്, ഇപ്പൊ പ്രൊമോഷൻ കാര്യങ്ങളല്ല പറയണത്, അല്ലാതെ ഇപ്പോൾ ആയിഷുവിന്റെ കൂടെയുള്ള വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോസ് അതുപോലുള്ള ഒരുപാട് കണ്ടന്റുകൾ ചെയ്യുമല്ലോ. അത് എത്ര ഡൗൺ ആണെങ്കിലും എത്ര ഡൗൺ ആണെങ്കിലും ആള് ചെയ്യും. അപ്പൊ അവള് ഈ ഒരു പേജും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ പ്രസൻസ് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നതിന് അത്ര നല്ല എഫേർട്ടും അതുപോലെ തന്നെ ഹാർഡ് വർക്കും അവൾ എന്റെ ബാക്കിൽ എടുക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ കിട്ടുന്നത്, ആളുകളുടെ സ്നേഹപ്രകടനം ഒക്കെ. എനിക്ക് ഹിജാബ് സ്റ്റൈലിങ്ങിന് ഒത്തിരി ഫാൻസ് ഉണ്ട്. ഏകദേശം എത്ര സ്റ്റൈൽ ഹിജാബ് സ്റ്റൈലിംഗ് അറിയാം, കൗണ്ട് ചെയ്യാൻ? അയ്യോ, അങ്ങനെ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടല്ല ചെയ്യാ. ക്യാമറ ഓൺ ആക്കുമ്പോൾ അപ്പൊ എനിക്ക് എന്താണോ തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ എത്ര സ്റ്റൈൽ അറിയാം അല്ലെങ്കിൽ എത്ര എണ്ണം പഠിച്ചിട്ടുണ്ട് അങ്ങനൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങ് ചെയ്യുകയാണ്, അത്രയേ ഉള്ളൂ. അത് കുറെ പേര് ഫോളോ ചെയ്യുന്നുണ്ട്, കുറെ പേർക്ക് അത് യൂസ് ആവുന്നുണ്ട്, കുറെ പേര് കുറ്റം പറയുന്നുണ്ട്. സിറ്റുവേഷനലി സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയാണ്. എന്തെങ്കിലും ഒരു സംഭവം അതായത് ഇപ്പൊ ഭയങ്കര പ്ലാൻ ചെയ്ത് ചെയ്യുന്നതിനേക്കാളും ഇപ്പൊ സ്റ്റക്ക് ആയിട്ടോ, അയ്യോ ഇതില്ലല്ലോ, ഈ സാധനം ഇല്ലല്ലോ, അതില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ ഇനി എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അവിടെ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഐഡിയ കൊടുത്തിട്ട് അവള് ഡീൽ ചെയ്യും. യെസ്. അതെന്താ വെച്ചാലേ എന്റെ വാപ്പാടെ പണ്ട് ലുങ്കി ഇല്ലേ, അതൊക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് സ്കൂളിൽ പോകുന്നത്. ഞാന് ലൈക്ക് ഒരു ചെറുതിലെ മുതലേ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യും, ഡിസൈൻ ചെയ്യും. അപ്പൊ എന്റെ ഒരു ടീച്ചറാ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യ, വേറെ ഒന്നും നോക്കണ്ട, നീ ഫാഷൻ ഡിസൈനിങ് പഠിച്ചോന്ന്. ആ ടീച്ചർ, സുജാത ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ കോഴ്സ് എടുത്തതും ഇന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതും. സത്യം പറഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സ്, ഫാമിലി, പിന്നെ എസ്പെഷ്യലി സംസീർക്ക, അവരുടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലും ആയിന്ന് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലി അതുപോലെ സംസീർക്കയുടെ സപ്പോർട്ട്, എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ നമ്മൾ എത്ര മുന്നോട്ട് പോയാലും ചില കാര്യങ്ങൾ നമ്മൾ മറക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ടല്ലോ. അത് നമ്മൾ എത്രയൊക്കെ പോയാലും ആ കാര്യം എത്തുമ്പോൾ അത് എപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലൈഫിൽ എപ്പോഴും? അങ്ങനെ ഹോണ്ട് ചെയ്യുന്നത് എൻ്റെ വാപ്പാടെ മരണമായിരിക്കും. ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു വാപ്പയായിട്ട്. ഭയങ്കര ക്ലോസ് എന്ന് പറഞ്ഞാൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അത്രയും ഡീപ്ലി കണക്റ്റഡ് ആയിരുന്നു. വാവേ, ബേബി അങ്ങനെയൊക്കെയായിരുന്നു വിളിക്കുന്നത്. അത്രയും കണക്റ്റഡ് ആയിരുന്നു. അത്രയും ലൈക്ക് ഞാൻ കൊല്ലംകാരിയാണ്. അപ്പൊ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൊഞ്ചിക്കാന്ന് അറിയില്ലേ കുഞ്ഞുങ്ങളെ, ഞാൻ അങ്ങോട്ട് കൊഞ്ചിക്കും, എന്നെ ഇങ്ങോട്ട് കൊഞ്ചിക്കും. അങ്ങനത്തെ ഒരു കണക്ഷൻ ആയിരുന്നു ഞങ്ങള്. ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല വാപ്പ ഇല്ലെങ്കിൽ എന്താവും എൻ്റെ അവസ്ഥ എന്നുള്ളത് എനിക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അതെന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അതിന് ഞാൻ തെറാപ്പീസ് എടുക്കുന്നുണ്ട്. ലൈക്ക് എനിക്കത് ഭയങ്കര ഇപ്പോഴും ഡൈജസ്റ്റ് ആയിട്ടില്ല. വാപ്പാടെ ആ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യും ചില സമയത്ത് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് വരും. വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഷോൾഡർ ഉണ്ടായിരുന്നേനല്ലോ എന്ന് ഫീൽ ചെയ്യും. നമുക്കിപ്പോൾ എത്ര നമ്മുടെ പാർട്ട്ണർ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ പാരൻസ്, നമ്മൾ ഏറ്റവും ക്ലോസ് ആരാണോ, പാരൻസിൽ ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും, അവരുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന ചില സാഹചര്യങ്ങൾ വരുമല്ലോ, ആ ഒരു സമയത്ത് കയ്യിൽ നിന്ന് പോവാറുണ്ട്. ഐഷുള്ള ഒരു ബോണ്ടും കാണുമ്പോൾ ചിലപ്പോൾ മിസ്സിങ് കൂടുമായിരിക്കും. തീർച്ചയായും ഇവര് തമ്മിലുള്ള സ്നേഹവും കണക്ഷനും കാണുമ്പോൾ സന്തോഷം വരും എനിക്ക്. ആ അറ്റ് ദ സെയിം ടൈം എൻ്റെ വാപ്പച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നി. എനിക്ക് ഇത്രയും വയസ്സായിട്ടും ഞാൻ ആലോചിക്കുന്നത് എൻ്റെ വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും എന്നെ കൊഞ്ചിച്ചേനെ, ലാളിച്ചേനെ, എനിക്ക് ആ ഒരു ചൂട് കിട്ടിയേനെ, അല്ലെങ്കിൽ ആ ഒരു ഷെൽട്ടർ എനിക്ക് അവിടെ ഉണ്ടായേനെ എന്നൊരു ഫീലിംഗ് എനിക്ക് ഇല്ലാത്ത ദിവസങ്ങൾ കുറവാണ്. ചിലപ്പോൾ അത് ഫീൽ ചെയ്തവർക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൂഡ് മാറ്റാൻ വേണ്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര പരസ്പരം നന്നായിട്ട് അറിയുന്ന കപ്പിൾസ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള ഒരു ഗെയിമിലാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഗെയിമിലേക്ക് നമ്മൾ സെഗ്മെന്റ് ആണ്. രണ്ടുപേരുടെ ഫോൺ എടുക്കാം. അപ്പം നോട്ട്സ് എടുക്കാം. കോപ്പി അടിക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ മാറി. രണ്ടുപേരുടെയും ഷൂ സൈസ് ഇത് കറക്റ്റ് ആയിട്ട് എഴുതും. ഞാൻ എഴുതൂല. കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞിരിക്കും. എന്താ എനിക്ക് അറിയില്ല. ഞാൻ എവിടെ ഷൂ എടുക്കാൻ പോയാലും ഞാൻ വിളിച്ചു ചോദിക്കും, സംസീർക്ക എന്റെ ഷൂ സൈസ് എത്രയാ, സംസീർക്കയുടെ ഷൂ സൈസ് എത്രയാ, എന്റേതും കൂടെ ഞാൻ വിളിച്ചു ചോദിക്കും. എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കുറച്ച് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. എന്നാലും കറക്കി കുതിക്കോ.
ഞാൻ എഴുതിയത് 7 എന്നാ. 39. മോസ്റ്റ്ലി എല്ലാ ഷൂസും 39 ആണ്, അതായത് 6. ആഹാ ഇപ്പൊ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. കൊള്ളാം 100%. കള്ളൻ. തിരിച്ച് സാമിന്ത് സംസീർക്കാട് 8. 40. 8 ആണോ 42? 42 ആണോ? ഫേവറേറ്റ് കളേഴ്സ്? അയ്യോ എനിക്ക് ഒരുപാട് കളേഴ്സ്, എനിക്ക് കളറേ ഇഷ്ടമാണ്. ആണല്ലേ? എന്നാലും ഒരൊറ്റെണ്ണം പറയുകയാണെങ്കിൽ രണ്ടുപേരുടെ കേട്ടോ. ഇപ്പത്തെ ഫേവറേറ്റ് ആണ് ഞാൻ. വേണ്ട ഇപ്പോഴത്തെ ഓൾ ടൈം എഴുതിയാതി. ഓൾ ടൈം ഇപ്പോഴത്തെ എഴുതല്ലേ, ഇപ്പോഴത്തേക്ക് താൽക്കാലികമാണ്. ഓക്കെ, എന്തായിരുന്നു എന്റെ ഫേവറേറ്റ് ആണോ? ബേജ്. ഒരു പേർപ്പിൾ ലാവൻഡർ. കഴിഞ്ഞ വർഷം അതായിരുന്നു, ഇപ്പൊ ബേജിലേക്ക് മാറി. ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കയോ? അയ്യോ ഇല്ല, അതാ ഇത് നോക്ക്, ഇതൊക്കെ ബേജിന്റെ. ഇതൊക്കെ ബൈ ആക്സിഡന്റ് സംഭവിച്ചു. എന്റെ പാമ്പസ് ഗ്രാസ് ചെടി ബേജ് ആണ്. പർപ്പിളാ? പേർപ്പിളിന്റെ ഷെയ്ഡുകൾ ഉണ്ടല്ലോ. ചുമ്മാ അറിഞ്ഞിട്ട് പോലും ഇല്ല. എനിക്ക് പർപ്പിൾ ഡ്രസ്സേ ഇല്ല. ശരി, ബേജ് അങ്ങനെ ഇഷ്ടമാണ്, അതായത് റൂമും കാര്യങ്ങളൊക്കെ ക്ലാസ് ആയിട്ട് ആ രീതിയിൽ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നേരെ ആലോചിച്ച ഡ്രസ്സിംഗിലേക്കാ. അങ്ങനെ ഡ്രസ് പോലും എനിക്ക് ഇല്ല. ലാവൻഡർ ആ ഷെയ്ഡ്സ് ഇല്ലേ, എവിടെ അങ്ങനെ ഇതിങ്ങനെ ഒരു സെറ്റ് ഇങ്ങനെ ആക്കുന്നതൊക്കെ. ഓക്കെ, തിരിച്ച് ബ്രൗൺ. കളറോ? ബ്രൗണോ? പിന്നെ നീയല്ല ബ്രൗൺ ഇട്ട്, ഞാൻ ബ്രൗൺ ഇട്ടുണ്ടോ നോക്കിയാ? ഇഷ്ടമുള്ള കളർ ഏതാ? ബ്രൗൺ വാച്ച്. അത് വാച്ചിലും ലെതറിലും മാത്രമാണ് എനിക്ക് ബ്രൗണ്. ശരിക്കും എന്തായിരുന്നു? ഞാൻ മോസ്റ്റ്ലി ബ്ലാക്ക് ഓർ വൈറ്റ്. ആൺകുട്ടികള് ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ. യെസ്, ഈ 3 കളറിലും മാറ്റി പിടിച്ച അത്ഭുതം. ബ്രൗണ് പിടിച്ചിട്ടുണ്ട്. ബ്രൗൺ വെച്ചാൽ ഞാൻ ഒരു ഷൂസ് എടുക്കുകയാണെങ്കിൽ ബ്രൗൺ ഷെയ്ഡ് ഇഷ്ടമാണ്, ബാഗ് എടുക്കുകയാണെങ്കിൽ ബ്രൗൺ ഷെയ്ഡ്, ഇപ്പൊ വാച്ച് ആണെങ്കിൽ ഇങ്ങനത്തെ സ്ട്രാപ്പ് ഇഷ്ടമാണ്. ഒരു ക്ലാസ് എലഗന്റ് സാധനം ഉണ്ടല്ലോ അത്. ഞാൻ അപ്പോഴേ പറഞ്ഞു ക്ലാസ് ആണ് എലഗന്റ് ആണ്, ക്ലാസ് ആണ്. അത് ലെതറിൽ ഇതിലേക്ക് വരുള്ളൂ, അല്ലാതെ ഇനി തെറ്റിക്കില്ല. നിങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണെങ്കിൽ രണ്ടുപേരും, അല്ല ഞാൻ പോവാറില്ല, അവളെ പോവാറില്ല. എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ള, വാങ്ങിയാലും തീരാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? രണ്ടുപേരുടെയും എഴുതണം. എന്റേത് ഞാൻ എഴുതിയേ, സമിക്കിന്റെ എഴുതണം. ഇപ്പൊ 2 കാര്യങ്ങളുണ്ട്. അയ്യോ മറ്റേത് പറയല്ലേ? ആരുടെയാണ്? എന്റെ. ഓക്കെ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇപ്പോ കുഞ്ഞു എന്താ പറയാ, 14 ക്യാരറ്റ് 18 ക്യാരറ്റ് പോലത്തെ കുഞ്ഞു സാധനങ്ങൾ കളക്ട് ചെയ്യാം. ജ്വല്ലറീസ്. ഈ എന്താണ് അതിന് പറയാ? ലൈറ്റ് വെയിറ്റ് ജ്വല്ലറീസ്, ലൈറ്റ് വെയിറ്റ് ജ്വല്ലറീസ്. പിന്നെ ഡ്രസ്സസ്. എപ്പോ പോയാലും ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ശരിക്കും എന്നെ അറിയില്ല സംസീർക്കാക്ക്. എനിക്ക് തോന്നുന്നു ഇന്ന സാധനമാണോ, ഞാൻ ഗസ് ചെയ്യട്ടെ. ബാഗ്സ് ആണ്. ബിക്കോസ് ഞാൻ ചെറുതായിട്ടൊന്ന് വാഷ്റൂമിൽ പോയി ബാഗ് അപ്പൊ തന്നെ വിചാരിച്ചു, അപ്പോഴെഴുതിയ ക്വസ്റ്റ്യൻ. അത് കുറച്ചേ ഉള്ളൂ, ബാക്കി ഞാൻ ഒളിച്ചു വെച്ചേക്കാ. നല്ല കളക്ഷൻസ് ആട്ടോ. സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയണ്ടെന്ന്. അല്ല ബാഗാണ് കേട്ടോ, എനിക്ക് ക്രേസ് ആണ്, വേറെ ഒന്നുമല്ല. ചോറ് തന്നില്ലേലും വേണ്ടില്ല, ബാഗ് തന്നാ മതി. ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് തരുന്നുണ്ടെങ്കിൽ 2 ബാഗ് തന്നാ മതി, ഞാൻ ജീവിതകാലം മുഴുവൻ നന്ദിയുള്ളതായിരിക്കും. തിരിച്ച് ഭയങ്കര ക്രേസ് ഉള്ള ഒരാളല്ല, ഒരുപാട് സ്പെൻഡ് ചെയ്യില്ല, അങ്ങനെ ഷോപ്പിങ്ങിന് പോവില്ല, എന്നെ വിടും, ആള് പോവില്ല. എങ്കിലും കുറച്ചെങ്കിലും ഇഷ്ടമുള്ളത് വാച്ചസ് ആണ്, കാറ് വാച്ചസ്. എഴുതിയില്ല. ഓക്കെ, ശരി. കാറിനോടും വാച്ചിനോടും ക്രേസ് ഉണ്ട്. സമ്മതിക്കുന്നു? സമ്മതിച്ചു കൊടുക്കാം. ഓക്കെ, 2 പേരുടെയും ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഈ സ്ഥലത്ത് ഉണ്ടാക്കി തരുന്നതിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഞാൻ പറയട്ടെ? ഉണ്ടാക്കി തരുന്നല്ലോ, ഉണ്ടാക്കി അതെന്താ സാധനം? മാഗി. ബിരിയാണിയോ? ചായ. തിരിച്ചാണെങ്കിലോ? സംസീർക്ക് ഉണ്ടാക്കുന്ന നല്ല ബസ്മതി റൈസും പിന്നെ തക്കാളി ടൊമാറ്റോ കറി ഇല്ലേ, ടൊമാറ്റോ കറിയും ബസ്മതി റൈസും തക്കാളി കറിയും. ഇപ്പോഴല്ല, പണ്ട്. അത് ഞാൻ ആ പ്രഗ്നൻസി ടൈമില് ഉണ്ടാക്കി തരുമായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അവിടെ കുക്കിംഗ് കാര്യം അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. എന്നിട്ടാണ് വെറുതെ അത്
എന്താ പറയാ ഇപ്പൊ ഇവിടെ ആവുമ്പോ ഉമ്മ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ മൈൻഡ് ചെയ്യില്ല. അവിടെ ആവുമ്പോ അവിടെയുള്ള സമയത്ത് നമ്മൾ ഡെയിലി ഷൂട്ട് ഉണ്ടാവും, മോളെ സ്കൂളിൽ വിടുക, ഷൂട്ടിന് പോവുക, തിരിച്ച് രാത്രി വരിക, ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. അതുകൊണ്ടാണ് അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല കേട്ടോ, കാരണം അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നോണ്ട് ഇതുവരെ മനസ്സിലാക്കാനും കൂടെ ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഞാൻ കേട്ടിട്ടേ ഇല്ല. അല്ല നമ്മളെ ലൈഫിൽ ഇപ്പൊ ഫുഡ് വെക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഗോള്. അല്ല ഇപ്പൊ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, നീ എനിക്കിത് ചായ ഇട്ട് തന്നില്ലല്ലോ, നീ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നില്ലല്ലോ, അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇതുവരെ ഓണസ്റ്റ്ലി പറയാൻ ഞാൻ കേട്ടിട്ടില്ല. വേറെ കംപ്ലൈന്റ് ഒക്കെ പറയും. അത് ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ സ്കൂള് കഴിഞ്ഞ മുതല് ഇൻഡിപെൻഡന്റ് ആണ്. ബാംഗ്ലൂരില്, UK-ല്, ഖത്തറില് അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അപ്പൊ എവിടെയൊക്കെ ആവുമ്പോഴും ഇതൊന്നും നമുക്കാരും ചെയ്തു തന്നിട്ടില്ലല്ലോ. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചായ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബസ്മതി റൈസും തക്കാളി കറിയും നമ്മൾ UK-ന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യുന്ന സാധനമാണ്, പഠിച്ച സാധനങ്ങളാണ്. അപ്പൊ അത് ചെയ്യുന്നതുകൊണ്ട് ഇട്ട് തരുമ്പോ ഒരു ബോണസ് ആയിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ ഇപ്പോഴും രാവിലെ ആണെങ്കിൽ അതിലൊരു സംഭവം ഫീൽ ചെയ്യാറുണ്ട്. തന്നെ എന്നോട് ചോദിക്കില്ല എനിക്കൊരു ചായ ഇട്ട് തരും, അങ്ങനെ ചോദിക്കുകയില്ല. ഇല്ല, ചില സമയം എനിക്ക് സങ്കടം തോന്നും, ഇതെന്താ എന്നോട് പറയാത്തേന്ന്. സ്വന്തമായിട്ട് അങ്ങ് ചെയ്യും, അങ്ങനെ ഒരു കാര്യമാണ്. എന്താ ചെയ്യാ, ഞാൻ അങ്ങനെ ഒരാളായി. ഓക്കെ, അപ്പൊ രണ്ടുപേരും പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. എങ്കിലും ഓർത്ത് വെക്കണ ആദ്യമായിട്ട് കൊടുത്ത ഒരു ഗിഫ്റ്റ്, രണ്ടുപേരും കൊടുത്തൊരു ഗിഫ്റ്റ്. എനിക്ക് തന്നത് ഞാൻ എഴുതാം, തിരിച്ചു കൊടുത്തത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തന്ന കൊടുത്തതും കിട്ടിയതും. ഓക്കെ, ഞാൻ ഓർത്തിരിക്കുന്ന വളരെ കണക്റ്റഡ് ആയിട്ടും എനിക്ക് ഭയങ്കരമായിട്ടും തോന്നിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പാടുന്നൊരു ഫോട്ടോ എനിക്ക് വരച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനൊരു ഫോട്ടോ പോർട്രേറ്റ് ചെയ്തിട്ട് മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ വരച്ചു. ഞാൻ വരയ്ക്കും. അപ്പോ ഞാൻ സംസാരിക്കാൻ്റെ ഒരു ഫോട്ടോ വരച്ചു കൊടുത്തിരുന്നു. അതായിരുന്നു എന്റെ ഫസ്റ്റ് ഗിഫ്റ്റ്. എനിക്ക് കിട്ടുന്നത് എന്നെ വീഴ്ത്താൻ വേണ്ടിട്ട് എന്നെ പാട്ട് പാടി വീഴ്ത്തിച്ചു, ഞാൻ വരച്ചു. തിരിച്ച് കൊടുത്തത് എനിക്കൊരു ബാഗും സംസീർക്ക യൂസ് ചെയ്ത ഒരു സ്കാർഫും തന്നു. ഒരു ഫ്രണ്ടിന്റെ കൊടുത്തു വിട്ടു UK-ന്ന്. ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് തോന്നുന്നു. സംസീർക്ക യൂസ് ചെയ്ത ഒരു സ്കാർഫ് അപ്പൊ തന്നെ ഊരി പാക്ക് ചെയ്ത് ഇട്ട്, അവിടെ തണുപ്പല്ലേ, അപ്പൊ ഒരു സ്കാർഫ് യൂസ് ചെയ്യുമല്ലോ, അത് അപ്പൊ തന്നെ അങ്ങനെ ഉണ്ടായത്. അത് പ്ലാൻഡ് ഒന്നുമല്ല, അത് ഞാൻ ആക്ച്വലി ഒരു ബാഗും ഒരു കുഞ്ഞു പെർഫ്യൂം ആയിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ സാധനമാണല്ലോ, അല്ലാതെ നമ്മൾ ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും സാധനം കൊടുക്ക് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ കഴുത്തിലുണ്ടായിരുന്ന സ്കാർഫ് ജസ്റ്റ് ഊരിയിട്ട് ബാഗിലിട്ട് കൊടുത്ത. അതാണ് എന്റെ ലൈഫിലെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആൻഡ് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കാര്യം. അതിവിടെ ഉണ്ട്, മലപ്പുറത്ത് വീട്ടിലുണ്ട്. ഡ്രോയിങ്സ് നമ്മള് മലപ്പുറത്തെ വീട്ടില് വാളില് ഞങ്ങളുടെ റൂമില് വെച്ചിട്ടുണ്ട്, പോർട്രേറ്റ് വെച്ചിട്ടുണ്ട്. എന്തിനാ സംസീർക്ക ഫസ്റ്റ് തന്ന പെർഫ്യൂമിന്റെ ബോട്ടില്, ആ ബോട്ടില് ഞാൻ കളഞ്ഞിട്ടില്ല. ആ പെർഫ്യൂം തീർന്നു, ബോട്ടില് 10 വർഷം 8 വർഷം എന്തോ ആയി, ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അത് എവിടെയെന്ന് എനിക്ക് ആ ബാഗ് കൊടുത്തു. ഇഷ്ടപ്പെട്ട ഒരു സംഭവം പറഞ്ഞിട്ടാണോ ബാഗ് ഗിഫ്റ്റ് കൊടുത്തേ? അല്ലല്ല, ആ ബാഗ് തന്നതിന് ശേഷമാണ് എനിക്ക് ക്രേസ് ആയത്. അതുവരെ മേക്കപ്പ് യൂസ് ചെയ്യില്ല, ബാഗ്സിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല, തോന്നുന്ന പോലെ വരും തോന്നുന്ന പോലെ പോകുന്ന ഒരു പെണ്ണായിരുന്നു. സംസീറൊക്കെയാണ് എന്നെ കംപ്ലീറ്റ്ലി മാറ്റിയെടുത്തത്. ഈവൻ എന്നോട് ചോദിക്കും, നീ കോണ്ടൂർ യൂസ് ചെയ്യോ, ബ്ലഷ് യൂസ് ചെയ്യോ കല്യാണത്തിന്റെ സമയത്ത് വരുമ്പോ വാങ്ങാനായിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഇതൊക്കെ എങ്ങനെ അറിയാം, അപ്പൊ പിന്നെ UK അല്ലേ, കോമൺ ആണ്, ഇതൊക്കെ അറിയാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ മാറ്റിയെടുത്ത ഒരു ഇതാണ്. സംസീറിക്കും പേളിയും രണ്ടുപേരും കൂടെ ആണ് ഒന്ന് മോൾഡ് ചെയ്ത് എടുത്തത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് സംസീർക്കടെ പറയട്ടെ ബിജേഷ് ചേട്ടനാണോ? ബിജേഷ് ചേട്ടൻ്റെ ചൈൽഡ്ഹുഡ് മുതലേ ഉള്ള ഫ്രണ്ടാണ്, എല്ലാത്തിനും കൂടെ ഉള്ള ഒരു ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. തിരിച്ച് അവളുടെ പേളി വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. പിന്നെ ഷബ്നം എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട് ഉണ്ട്. പിന്നെ ഷാനു പറഞ്ഞിട്ടുള്ള ഫ്രണ്ട് ഉണ്ട്. മോറോ അല്ല, ഇത് മതിയോ? 2 3 മതിയോ? അഫി ഉണ്ട്.
അങ്ങനെ ഒരാളുടെ പേര് മിസ്സായി അവിടെ അടി നടക്കും. അടി നടക്കും. ടഫിയുണ്ട്. ഓക്കെ, ഒരു യാത്ര, ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ രണ്ടുപേർക്കുണ്ട്. അത് ലൈഫിൽ അത് പോണം, പോയ സ്ഥലമായിരിക്കാം, പക്ഷെ ഇനിയും പോണം എന്നൊരു ആഗ്രഹമുള്ള ഒരു ഡ്രീം, ഒരു ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റേത്. അല്ലല്ല, പറയത്തില്ല. ഊഹിക്കല്ലേ, ഇത് ഏതാണ്? ഏതാ എന്റെ സംസീർക്ക ഡ്രീം ഡെസ്റ്റിനേഷൻ ആണോ? എല്ലായിടത്തും പോയിട്ടുണ്ട്, പിന്നെ ഇനി എവിടെ പോവാനാ? എന്നാലും ഇന്ന സ്ഥലം, ചിലപ്പോ നാട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ സന്തോഷിക്കും. അല്ല, എല്ലായിടത്തും ഒന്നും പോയിട്ടില്ല. ഞാനെന്താ മറ്റേ കുമ്പിടിയോ പറഞ്ഞ അല്ല, ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് സംസീർക്ക. എനിക്ക് പോണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമുണ്ട്. അത് സംസീർക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. എന്തെഴുതിയത്? നീ പണ്ട് പറഞ്ഞ സ്ഥലമാണോ? ഈജിപ്തോ? പിരമിഡ്? എന്താന്നറിയില്ല, ചില കാര്യങ്ങളിൽ കണക്ട്. അത് കുറച്ചു പേരെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഈജിപ്റ്റ് അതൊരു ഇമോഷണൽ ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ പിരമിഡ് ഒക്കെ തൊട്ട് കരയണം. ഏതോ ഒരു പിരമിഡിന്റെ ഉള്ളിൽ എന്റെ ഉണ്ട്. ഞാൻ റീഇൻകാർണേറ്റ്. നിങ്ങൾ ഇത് ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒന്ന് പോയിട്ട് വരും. അത് നമ്പർ തരണേ എനിക്ക്. അത് കുറച്ചു പേരെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷെ അത് ഭയങ്കര കണക്റ്റഡാ. ഞാന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ബാച്ചുലർ ഓഫ് ഫാഷൻ ടെക്നോളജി എടുത്തത്. അതിൽ എന്റെ ലൈക് ലാസ്റ്റ് നമുക്കൊരു എക്സാം ഉണ്ട്, ഫാഷൻ ഷോ ആണ്. അതിൽ ഞാൻ എടുത്ത തീം പിരമിഡ് ആയിരുന്നു. അപ്പോ അന്ന് എനിക്ക് അവാർഡൊക്കെ കിട്ടിയിരുന്നു അതിന്. ബെസ്റ്റ് ഡിസൈനർ അല്ല, ബെസ്റ്റ് തീം ഇന്റർപ്രിട്ടേഷൻ അവാർഡ് പറയാൻ പോലും പറ്റുന്നില്ല. അത് ആ സാധനം കിട്ടി എനിക്ക്, വെറുതെ ആയില്ല. ഓക്കെ, ഐശ്വര്യ കാര്യത്തിൽ ഓർക്കുമ്പോ നിങ്ങൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ? അയ്യോ, സംശയമൊന്നുമില്ല. സിമ്പിൾ, ജനിച്ച ദിവസം February 23rd. ഒരു സംശയമില്ല. 4:17. ഓക്കെ, ഞാൻ ഇവിടെ നേരത്തെ ചോദിച്ചു, ഒരു അമ്മയായപ്പോ, ഒരു ഉപ്പയായ സമയത്ത് ഒരു ചേഞ്ച്, ഒരു ഉപ്പയായ സമയത്ത് ഞാൻ പറഞ്ഞ ചേഞ്ചസ് തന്നെ. ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുവരെ ഉണ്ടായിരുന്ന നമ്മളുടെ പ്രയോറിറ്റീസും അതുപോലെ തന്നെ നമ്മളുടെ ഇതൊന്നല്ല മോള് വന്നതിന് ശേഷമുള്ള അത് വേൾഡ് തന്നെ കംപ്ലീറ്റ്ലി മാറുന്നൊരു രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം അത്രത്തോളം അത് മാറ്റും ആ ഒരു പിന്നെ അവരുടെ ഒരു പ്രസൻസ്. ഓണസ്റ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെൽഫ്ലെസ് പേഴ്സൺ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഉറങ്ങുന്നതിനും നമ്മളുടെ ജോലിക്കും നമ്മൾക്ക് എല്ലാത്തിനും നമ്മളുടെ കാര്യങ്ങളായിരിക്കും പ്രയോറിറ്റിയും സംഭവം. മോള് വന്നതിന് ശേഷം എല്ലാം മോളുടെ കാര്യങ്ങളാണ് പ്രയോറിറ്റി, എന്നിട്ടാണ് പിന്നെ നമ്മളിതിലേക്ക് വരുന്നത്. എനിക്ക് സിംപ്ലി പറയുകയാണെങ്കിൽ അവൾ അങ്ങോട്ടേക്ക് റൂൾ ചെയ്യാണ്, നമ്മൾ ആ ഫ്ലോയിൽ അങ്ങനെ പോവാണ്. അല്ല, അതിപ്പോഴും അങ്ങനെ തന്നെ. ഐശ്വര്യ ഇടയ്ക്ക് ന്യൂമോണിയ വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് രാത്രിയിൽ ഞാൻ ഉറങ്ങുക, ഐഷു ഉറങ്ങുക. പെട്ടെന്ന് സംസീറൊക്കെ ചാടി എണിട്ട് ഐഷുവിന്റെ അടുത്തേക്ക് വന്ന്, രാത്രി ഒരു 2 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ടാവും. അടുത്തേക്ക് വന്ന് അപ്പൊ തന്നെ ഐഷു ചാടി എണീറ്റ് കയ്യിലോട്ട് വൊമിറ്റ് ചെയ്ത് കൊടുത്തു. അത് എന്നുവെച്ചാല് അവൾക്ക് വൊമിറ്റിങ് വരുന്നുണ്ടെന്ന് അറിയുന്നതിന് മുന്നേ സംസീർക്കാക്ക് മനസ്സിലായി. ഞാൻ നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. അപ്പൊ അത് ആള് പെട്ടെന്ന് അവളുടെ പാറ്റേൺസ്, ഉറങ്ങുന്നതിന്റെ പാറ്റേൺസ്, മൂവ്മെന്റ്സിന്റെ പാറ്റേൺസ്, നടക്കുമ്പോ ഉള്ള പാറ്റേൺസ്, അത് നടക്കുമ്പോ എനിക്ക് ഇങ്ങനെ ഫീൽ കിട്ടും. ഓക്കെ, ഇതിപ്പോ അവിടെ പോയിട്ട് ഇടിക്കാനുള്ള പോക്കാണ് ഇവിടുന്ന് മനസ്സിലാവും. അത് എന്തുകൊണ്ടാ അറിയില്ല, സൂപ്പർ ഹീറോ, എല്ലാ സൂപ്പർ ഹീറോ. സീരിയസ്ലി അത് ഞാൻ മാത്രമേ ആയിരിക്കില്ല, എല്ലാ പാരന്റ്സും ഫാദേഴ്സ് അങ്ങനെ ആയിരിക്കും. ഓണസ്റ്റ്ലി അത് ഫീൽ വരും. അത് അപ്പൊ അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ വിളിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യും. അത് ബൈ ഡീഫോൾട്ട് വരുന്ന ഒരു സാധനമാണ്. അത് ഭയങ്കര ചേഞ്ച് ആയിട്ട് ഭയങ്കര അസൂയ വരും. പറയാറുണ്ടോ? ഞാൻ പറയാറുണ്ട്. ഞാൻ ഐശ്വര്യോട് പറയണ്ട, ഐഷു ഹീസ് മൈൻ, മൈ ഹസ്ബൻഡ് ഐഷു. നമുക്ക് പറയാനും കൂടിയുള്ള ഒരു മൈനാക്കണ്ടെന്ന്, അങ്ങനെ മൈനാക്കണ്ട. വീണ്ടും I am fine. I am good. I am fine. I am good. I am fine. I am good. And then today I am hungry. I am tired. I am hungry. I am tired. I am hungry. I am tired.
ഏ പപ്പക്ക് പാടി തന്നില്ലല്ലോ. നല്ല പാട്ട് കേട്ടോ, നല്ല പാട്ട് കേട്ടോ. ഇനി പപ്പ പാടട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് us. അതെ അതെ, എസ്പെഷ്യലി നമ്മളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഇത്രയും നല്ല രീതിയിൽ നമുക്കൊരു ഇൻട്രോ തന്ന് നമുക്ക് നല്ല രീതിയിൽ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മളെയും എൻഗേജിങ് ആക്കി ഇങ്ങനെ കൊണ്ടുപോയി. നമുക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, പക്ഷെ ചിക്കു നല്ല രീതിയിൽ എല്ലാം ഹാൻഡിൽ ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പോ ഒരു ചക്കുടുമാണ്. അപ്പൊ എന്തായാലും താങ്ക് യു. ഇനിയും കാണാം, ഇനിയും കാണണം. കാണണം. Thank you, Team Saina. Thank you, everyone.